Dear students, the last class we have discussed about what do you mean by research, what are the definitions of research, what are the features of research, what are the importance of or significance of research, etc. Okay. അപ്പോൾ ബിസിനസ് റിസർച്ചിൻ്റെ ആവശ്യം എന്താണ്, റിസർച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, റിസർച്ച് എന്നുള്ളത് പുതിയൊരു നോളജ്, പുതിയൊരു ഇൻഫർമേഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ നടത്തുന്ന സെർച്ച് ഫോർ നോളജാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ടുഡേ ഇൻ ദ പ്രസൻറ്റ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റിസർച്ച് പ്രോസസ്. റിസർച്ചിൻ്റെ പ്രക്രിയ, റിസർച്ച് എങ്ങനെയാണ് കണ്ടത്, ഓർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റിസർച്ച്. ഒരു റിസർച്ചിൽ എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് റിസർച്ച് നമ്മൾ നടത്തുന്നത്. നിങ്ങൾ 6th സെം ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പ്രോബ്ലം എങ്ങനെയാണ്, ആ പ്രോബ്ലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അതിനാവശ്യമായിട്ട് ഉള്ള ക്വസ്റ്റ്യനൊക്കെ സെലക്ട് ചെയ്തിട്ട് അത് ആരാണോ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് അവരിൽ നിന്ന് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് അവരുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് അത് അനലൈസ് ചെയ്ത് ടേബിളൊക്കെ ആക്കി അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് അത് ഓവർകം ചെയ്യാനുള്ള സജഷൻസ് വരെ കൊടുക്കുന്നതാണ് ഒരു റിസർച്ചിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ അടുത്ത സെമ്മിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സെയാണ് റിസർച്ച് പ്രോസസ്സ്. പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, എന്താ റിസർച്ച് പ്രോസസ്സ്? റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ റിസർച്ചർ ഫോർ കണ്ടക്ടിങ് റിസർച്ച്. ഒരു റിസർച്ച് നടത്താനായിട്ട് ഒരു റിസർച്ചർ എടുക്കുന്ന ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്പ്, ഒരു കൂട്ടം സ്റ്റെപ്പുകളെ 1 by 1 ആയിട്ടുള്ള സ്റ്റെപ്പുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിസർച്ച് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്, അല്ലേ, റിസർച്ച് പ്രക്രിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു റിസർച്ച് തുടങ്ങുന്നത്? റിസർച്ച് തുടങ്ങണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകണം, ഒരു പ്രോബ്ലം ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകണം, ഒരു ചോദ്യം ഉണ്ടാകണം. ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതാണ് റിസർച്ചിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. ഓക്കെ, ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് ഒരു റിസർച്ചർ ഫോളോ ചെയ്യുന്നു ഫോർ ദ പർപ്പസ് ഓഫ് ഗെറ്റിംഗ് റിസൾട്ട്. അയാൾ ഉദ്ദേശിച്ച ക്വസ്റ്റ്യന് ആവശ്യമായിട്ടുള്ള ഉത്തരം അയാൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ച പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള മെഷർ അയാൾ കണ്ടെത്തുന്നു. ഇതാണ് റിസർച്ചിൻ്റെ പ്രോസസ്സ്. ക്ലിയർ? നോക്കാം. റിസർച്ച് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ഫങ്ഷൻ. ഒരു കൂട്ടം പ്രവർത്തനമാണ്, ഒരു സ്റ്റെപ്പ് ബൈ ഓർ സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഒരു പടിപടിയായിട്ടുള്ള ഒരു കൂട്ടം സ്റ്റെപ്പുകളാണ് നെസസറി ടു എഫക്റ്റീവ്ലി ക്യാരി ഔട്ട് റിസർച്ച് ആൻഡ് ഡിസൈഡ് സീക്വൻസ് ഓഫ് ദീസ് സ്റ്റെപ്സ്. അല്ലേ, ഇത് ചെയ്യുന്നതിന് വേണ്ടിയാ ഒരു കൂട്ടം സ്റ്റെപ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആക്ഷൻ എഫക്റ്റീവ്ലി ക്യാരി ഔട്ട്, കാര്യക്ഷമമായി ചെയ്യുന്നു. ക്യാരി ഔട്ട് റിസർച്ച് ആൻഡ് ഡിസൈഡ് സീക്വൻസ് ഓഫ് ദീസ് സ്റ്റെപ്സ്. ഓരോ സ്റ്റെപ്പിനും ഓരോ സീക്വൻസ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും, അല്ലേ. ഒന്നാമത്തെ സ്റ്റെപ്പിന് മുമ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല. അതിന് 1 കഴിഞ്ഞാൽ 2 പോകും, 2 കഴിഞ്ഞ് 3, അങ്ങനെ സീക്വൻസ് ഓഫ് സ്റ്റെപ്പിനെയാണ് റിസർച്ച് പ്രോസസ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും തെറ്റിച്ച് ചെയ്യാനും പറ്റില്ല, അല്ലേ. ഒരു സീക്വൻസിൽ തന്നെ പോയാലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. Defined as a step-by-step process involves identifying, locating, assessing or analyzing the research question. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടെത്തുക, ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ലൊക്കേറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് അതിനെ എവിടെയാണ് ആ പ്രോബ്ലം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക, വിലയിരുത്തുക, അസസ് ചെയ്യുക, മനസ്സിലാക്കി അനലൈസ് ചെയ്യുക ദ റിസർച്ച് ക്വസ്റ്റ്യൻ. ദെൻ ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഡെവലപ്പിംഗ് ആൻഡ് എക്സ്പ്രസിംഗ് യുവർ ഐഡിയ ഇൻ ഓർഡർ ടു ഫൈൻഡ് ആൻസേഴ്സ്. എന്നിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കണ്ടെത്തേണ്ടതാണ് എങ്കിൽ നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തുക. അതിന് പല മാർഗ്ഗങ്ങളുണ്ട്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ചില ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ തേടേണ്ടി വരും. അപ്പോൾ ക്വസ്റ്റ്യനർ ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കേണ്ടി വരും. അങ്ങനെ അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടെത്തുന്നു, ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തുന്നു. ആൻഡ് ചൂസിങ് ദ ടാസ്ക് ആൻഡ് വേസ് ഇൻ വിച്ച് ദേ ആർ ക്യാരിഡ് ഔട്ട്. നമ്മൾ എങ്ങനെയാണ് എന്ത് ടാസ്ക് ഉപയോഗിച്ചിട്ടാണ് ആ ആൻസർ കണ്ടെത്താൻ പോകുന്നത്. പല ടാസ്കുകളുണ്ട്. ചിലത് നിരീക്ഷണമായിരിക്കാം, ചിലത് പരീക്ഷണമായിരിക്കാം, ചിലത് ക്വസ്റ്റ്യനർ ആയിരിക്കാം, ചിലത് നേരിട്ടുള്ള അഭിമുഖമായിരിക്കാം. ആൻഡ് വേസ് ഇൻ വിച്ച് ദേ ആർ ക്യാരി ഔട്ട്, എന്ത് മാർഗത്തിൽ എങ്ങനെയാണ് ആ പർപ്പസ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് റിസർച്ച് പ്രക്രിയ എന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട്
ഒരുപാട് സ്റ്റെപ്പുകൾ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്ന, പുസ്തകത്തിൽ കൂടുതൽ സ്റ്റെപ്പുകൾ കാണും, പക്ഷേ ഇതിൻ്റെ എല്ലാം ഇലാബറേഷൻ തന്നെയാണ് പുസ്തകത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് എന്താണ് ലിമിറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദി 7 steps. In order to conduct a research, or in order to find an answer to the question, or in order to find a solution to the problem, there are 7 steps involved in the research. First step, define the research problem. Firstly, ഏതൊരു റിസർച്ച് നമ്മൾ നടത്തുമ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടാവണം. ഫസ്റ്റ്ലി ദർ ഇസ് എ പ്രോബ്ലം ഇസ് ദെയർ. ഒരു പ്രോബ്ലം ഉണ്ടാവണം, ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവണം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഒരു റിസർച്ചർ കണ്ടെത്താൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്കാണ് ഒരു റിസർച്ചർ പോകുന്നത്. ഫസ്റ്റ്ലി ഡിഫൈനിങ് എ പ്രോബ്ലം ഓർ ഡിഫൈനിങ് എ ക്വസ്റ്റ്യൻ, റിസർച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണ്, എന്താണ് കോവിഡുമായി ബന്ധപ്പെട്ട് എത്ര ഗൾഫിലുള്ള ആൾക്കാർ ഫേസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ കോവിഡിന് ശേഷം നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയ ഗൾഫ് റിട്ടേണീസിന്റെ കണക്കാണ് നമ്മുടെ പ്രോബ്ലം. എത്ര പേരുടെ നമ്മൾ കണ്ടെത്തണം, അതാണ് നമ്മളുടെ പ്രോബ്ലം എങ്കിൽ ദാറ്റ്സ് എ പ്രോബ്ലം. അത് നമ്മൾ കണ്ടെത്താനായിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ പോയി കണ്ടെത്തി നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് ഒരു ഡിഫൈൻഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുകയാണ്, നമുക്ക് മനസ്സിലാവുകയാണ്, ആഫ്റ്റർ കോവിഡിന് ശേഷം അല്ലെങ്കിൽ കോവിഡ് മുമ്പ് ഏതൊക്കെ ബിസിനസ് പുതിയ തരത്തിലുള്ള ഏതൊക്കെ ബിസിനസ്സുകളാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രോബ്ലമാണ്, നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സൊല്യൂഷൻ കണ്ടത്. അങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്നതിന് ശേഷം, നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇത് പറയുന്നത്, കോവിഡ് വന്നതിന് ശേഷം നമ്മളുടെ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി അല്ലേ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എത്ര നഷ്ടത്തിലാണ് പോകുന്നത്, അതെന്താണ് പ്രശ്നം. അല്ലെങ്കിൽ കോവിഡ് വന്നതിന് ശേഷം ബസ് ഓപ്പറേറ്റേഴ്സിന്റെ പ്രോബ്ലം എന്താണ്, അങ്ങനെ പലതരത്തിലുള്ള, അല്ലെങ്കിൽ ഡെയിലി വേജസ് അവരുടെ പ്രോബ്ലം എന്താണ്, അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണ്, ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ ഒരു കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, ഇപ്പോൾ SBIയിലെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, സംതൃപ്തി എത്ര മാത്രമുണ്ട്. ഇതൊരു നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വൺ വി ഹാവ് ടു ഐഡന്റിഫൈ എ ക്വസ്റ്റ്യൻ ഓർ റിസർച്ച് പ്രോബ്ലം. സെക്കൻഡ് വൺ, റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെക്കൻഡ് വൺ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തണം അല്ലേ, ഇതുമായി ബന്ധപ്പെട്ട മുൻ പഠനങ്ങളെല്ലാം നമ്മൾ മറിച്ച് നോക്കണം. ഇപ്പം ഏത് മേഖലയെക്കുറിച്ച് പഠിക്കാനായാലും ആ മേഖലയിൽ മുമ്പ് നടന്നിട്ടുള്ള പഠനങ്ങൾ നമ്മൾ നോക്കണം. ഇപ്പം ഞാൻ നോക്കാൻ പോകുന്നത് ഒരു ബാങ്കിലെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. SBIയിലെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ. ആദ്യമേ ഞാൻ നോക്കേണ്ടത് SBIയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. SBIയിലെ കസ്റ്റമേഴ്സ് ഏതൊക്കെ തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് വരുന്നത്, മുമ്പ് ഈ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട് സാറ്റിസ്ഫാക്ഷൻ ആരെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടോ, SBIയുമായി ബന്ധപ്പെട്ട ആൾക്കാർ കൂടുതൽ പറഞ്ഞ പരാതി എന്താണ് എന്ന് ഇത്രയും നാള് ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നു, ലൈബ്രറികളിലെ പുസ്തകം നോക്കുന്നു, ബുക്കുകൾ നോക്കുന്നു, മാഗസിൻസ് നോക്കുന്നു, അങ്ങനെയുള്ള വീക്ക്ലീസ് ഒക്കെ നോക്കിയിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ ബാക്ക്ഗ്രൗണ്ട് നോളജ്, വി ഹാവ് ടു ഐഡന്റിഫൈ എ ബാക്ക്ഗ്രൗണ്ട് നോളജ്, അല്ലെങ്കിൽ വി ഹാവ് ടു we have to find a background knowledge for our study. നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അടിസ്ഥാന നോളജ് ഉണ്ടാക്കിയെടുക്കണം. ദിസ് ഈസ് ടു ബി റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ പഠിക്കുന്നു. ഏതൊരു സ്റ്റഡിയുടെയും ബേസ് ലിറ്ററേച്ചർ ആണ്. ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലെത്തിക്കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന്റെ സോൾവ് ചെയ്യാൻ അവിടെ തന്നെ പറ്റുമോ എന്ന് നമ്മൾ മനസ്സിലാകുന്ന. അവിടെ പഠിച്ചതിന് ശേഷം അവിടെ നമുക്ക് പറ്റിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ പ്രോബ്ലമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യമേ നമ്മളുടെ നിലവിലുള്ള മെറ്റീരിയൽസ്, നിലവിലുള്ള സോഴ്സ് എല്ലാം നമ്മൾ നോക്കി പഠിക്കണം, നിലവിലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. ഇപ്പൊ നിങ്ങളൊരു ഇൻഷുറൻസ് കമ്പനിയിലെ ജോലിക്കാരുടെ സംതൃപ്തിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ അവരുടെ ഇന്റർവ്യൂ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യമേ നമ്മൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സ്റ്റഡികൾ ഏതൊക്കെ നടന്നിട്ടുണ്ട്, മുമ്പ് കാലത്ത് ഏതെങ്കിലും എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ മുൻകൂട്ടി പഠിക്കും. ദാറ്റ്സ് എ ലിറ്ററേച്ചർ റിവ്യൂ. ഇതിനെയാണ് നമ്മൾ സ്റ്റഡി പഠിക്കുക അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ വിളിക്കുന്നത്. തേർഡ് വൺ, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇന്ന സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു സ്റ്റഡിയിലേക്ക് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുകയാണ്, ഇൻഷുറൻസ് കമ്പനിയിലെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് എൻ്റെ മനസ്സിൽ തോന്നും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് മുൻകൂട്ടി അറിയില്ല. അപ്പം ഞാൻ പുസ്തകമൊക്കെ വായിച്ചിട്ട്
ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റഡി നടത്താതെ അത് പറയാൻ പറ്റില്ല. അപ്പം സാറ്റിസ്ഫൈഡ് അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പം ഞാൻ എന്താ ഒരു ടെൻഡേറ്റീവ് സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കും. ആണെന്ന് പറയണമെങ്കിൽ 100% ഉറപ്പാക്കണം അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അല്ല എന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താണ് സാറ്റിസ്ഫാക്ഷൻ കുറവാണെന്നോ അല്ലെങ്കിൽ അവരുടെ എന്താണ് LICയിലെ ഡിസ്സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം. പറഞ്ഞു വെച്ചിട്ട് നമ്മൾ ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് പോകാം. പക്ഷെ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞാൽ പിന്നെ സ്റ്റഡി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഒരു ഹൈപ്പോത്തിസ് ഉണ്ടാകണം, ഒരു ടെൻഡേറ്റീവ് സൊല്യൂഷൻ ഉണ്ടാകണം. ടെൻഡേറ്റീവ് സൊല്യൂഷൻ വെച്ചാൽ എന്നാലും നമുക്ക് നമ്മുടെ പ്രോബ്ലം അതിലേക്ക് ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഒരു മുൻധാരണ, നമ്മളുടെ ഇപ്പോഴത്തെ എന്താണ് നമ്മൾ വായിച്ചതിൽ നിന്ന് നമ്മൾ എന്താണോ ലക്ഷ്യം കാണാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ കുറേ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സംതൃപ്തിയെ കുറിച്ച് പഠിക്കുമ്പം സംതൃപ്തരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറേ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പല കാര്യങ്ങളിലും അവർ പല പരാതികളും പറയുന്നുണ്ട് സംതൃപ്തിയെ കുറിച്ച് പറയുന്നത്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് സംതൃപ്തി പൂർണ്ണമായി ഉണ്ട് എന്ന് കണ്ടാൽ എൻ്റെ ഈ സ്റ്റഡി മുന്നോട്ട് പോകില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, സംതൃപ്തി ഇല്ലെന്നോ അല്ലെങ്കിൽ സംതൃപ്തി ലെസ് സാറ്റിസ്ഫൈഡ് എന്നോ കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ എന്താ എനിക്ക് ഗുണം, പിന്നെ എനിക്ക് പഠിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആകണമെന്ന് പറഞ്ഞിട്ട് ഈ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ എൻ്റെ ഈ മുൻ ആൻസർ മുൻ ഞാൻ വെച്ചേക്കുന്ന ടെൻഡേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ളത് ഞാൻ റിജക്റ്റ് ചെയ്യും, ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ പഠനം ഞാൻ പറയും. ഒന്നുകിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ശരി, എൻ്റെ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് പറഞ്ഞ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. അതല്ല, ഞാൻ കണ്ടുപിടിക്കുന്ന സ്റ്റഡി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് തോന്നിയത് ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്ന് വെച്ചിട്ടുള്ള ടെൻഡേറ്റീവ് സൊല്യൂഷൻ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പം എൻ്റെ സ്റ്റഡിയെ ഒരു ഫോക്കസിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഡേറ്റീവ് സൊല്യൂഷനാണ് ഹൈപ്പോത്തിസിസ്. പിന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം എന്താണ്, ഒരു റിസർച്ച് ഡിസൈനാണ്. ഹൈപ്പോത്തിസിസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വെച്ചു. ഇൻഷുറൻസ് കമ്പനിയിലെ ജോലിക്കാർ അവരുടെ വർക്കിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് ഞാൻ വെച്ചത്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് അതുമായി ബന്ധപ്പെട്ട സ്റ്റഡിയിലേക്ക് ഒരു റിസർച്ച് ഡിസൈൻ പഠനത്തിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ അപ്പം എന്താ ചെയ്യേണ്ടത്, എൻ്റെ റെസ്പോണ്ടൻസ് ആരാണ്, ഇൻഷുറൻസിലെ എംപ്ലോയീസ് ആണ്. അപ്പം മൊത്തം എംപ്ലോയീസ് ഞാൻ എങ്ങനെ പഠിക്കും, കേരളത്തിൽ മാത്രമാണോ ഇന്ത്യയിൽ മാത്രമാണോ? അപ്പം ഞാൻ ആദ്യമേ അതിനെ സ്കോപ്പ് ലിമിറ്റ് ചെയ്യും. എൻ്റെ സ്റ്റഡി ഞാൻ കേരളത്തിൽ മാത്രം. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ലൈഫ് ഇൻഷുറൻസ് ആണോ ജനറൽ ഇൻഷുറൻസ് ആണോ? അപ്പം ഞാൻ വിചാരിക്കുകയാണ് ലൈഫ് ഇൻഷുറൻസിലേക്ക് പോകാം, വീണ്ടും ലിമിറ്റ്. അപ്പം ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ഒരുപാടെണ്ണം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എല്ലാ കമ്പനികളുടെ ലിസ്റ്റ് എടുക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കമ്പനികൾ എടുത്ത് മൊത്തം സ്റ്റാഫുകൾ, പല തരത്തിലുള്ള സ്റ്റാഫുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും എങ്ങനെ പഠിക്കാം. അപ്പോൾ ഞാൻ ആ സ്റ്റാഫുകളെ പല കാറ്റഗറി ആയിട്ട് തിരിക്കും. ഓക്കെ, പല കാറ്റഗറി ആയിട്ട് തിരിച്ചതിന് ശേഷം ഓരോ കാറ്റഗറിയിൽ നിന്ന് എത്ര ആൾക്കാരെ എടുക്കാമെന്ന് ഞാനത് ഒരു ഡിസൈൻ, അതായത് നമ്മളൊരു ആ മൊത്തം ആൾക്കാരെ എടുക്കാൻ പറ്റാത്ത മൊത്തം ആൾക്കാരെ വിളിക്കുന്ന പേര് പോപ്പുലേഷൻ എന്നാണ്. അതിലൊരു സാമ്പിൾ നമ്മൾ എടുത്തേ സ്റ്റഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും സാമ്പിൾ അല്ലാതെ മുഴുവൻ ആൾക്കാരെയും സ്റ്റഡി ചെയ്യാൻ പോസിബിൾ അല്ല. അതുകൊണ്ട് സാമ്പിൾ നമ്മളത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടെൻഡേറ്റീവ് സൊല്യൂഷൻ ഫോർമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു റിസർച്ച് ഡിസൈൻ എന്നുള്ളത് ഒരു ഫ്രെയിം വർക്കാണ്, അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന റിസർച്ചിൽ പോളിസി നമ്മുടെ ഈ പറയപ്പെടുന്ന നമ്മുടെ റെസ്പോണ്ടൻസിനെ ഐഡന്റിഫൈ ചെയ്യണം. അവർ ഏതൊക്കെ ജില്ലകളിൽ നിന്ന് എടുക്കണം, ഏതൊക്കെ സ്ഥലത്തു നിന്ന് എടുക്കണം, ഏതൊക്കെ കാറ്റഗറി എടുക്കണം, ഏത് രീതിയിലുള്ള സാമ്പിളിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നറുക്കിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് എടുക്കേണ്ടത്, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്. അതൊക്കെ നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടുത്ത ചാപ്റ്ററുകളിൽ പഠിക്കണം, അതൊന്നും പറയുന്നില്ല. അപ്പം അതിനുവേണ്ടി നമ്മളൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും, ഒരു ഫ്രെയിം വർക്ക് തയ്യാറാക്കും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് റിസർച്ച് ഡിസൈൻ. ഓക്കെ, റിസർച്ച് ഡിസൈൻ കണ്ട് നമ്മൾ പലതരത്തിലുള്ള കാറ്റഗറി ആയിട്ട് തിരിച്ചു. നമ്മൾ സാമ്പിളിങ്, നമ്മൾ റാൻഡം സാമ്പിളിങ് എടുക്കുന്നു, നമ്മൾ നറുക്കിട്ടാണ് ആളെ എടുത്തത്. അപ്പം പലതരത്തിലുള്ള സാമ്പിളിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ അടുത്ത ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ റെസ്പോണ്ടൻസിനൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണം. ഡേറ്റ കളക്ട് ചെയ്യാൻ പല മാർഗ്ഗമാണ്. ഇന്റർവ്യൂ നടത്താം, ക്വസ്റ്റ്നെയർ കൊടുക്കാം, ഒബ്സർവേഷൻ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റഡികളിൽ കൂടുതലും ക്വസ്റ്റ്നെയർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്നെയർ കൊടുത്ത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. അവരിൽ നിന്ന് വിവരങ്ങൾ, സംതൃപ്തിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ കളക്ട് ചെയ്ത വിവരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെ പറ്റിയാണോ പറയുന്നത്, സന്തോഷത്തെ പറ്റിയാണോ പറയുന്നതിനെ പറ്റി നമ്മൾ വിശദമായി അനലൈസ് ചെയ്യുന്നു. ദിസ് ഇസ് ബി ഡേറ്റ അനാലിസിസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ നമ്മൾ ടേബിളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ റിസൾട്ട് കണ്ടെത്തുന്നു.
റിസൾട്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമ്മൾ വിലയിരുത്തുന്നു. ഇന്റർപ്രിട്ടേഷൻ ലാസ്റ്റ് നല്ലതുപോലെ പഠിച്ച് ഓരോ ടേബിളിലും എന്താണ് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് നമ്മൾ ഓരോന്നായിട്ട് പഠിച്ച് ഇന്റർപ്രറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് തയ്യാറാക്കുന്നു. റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യുന്നു, എഴുതി വെക്കുന്നു. ഇതാണ് ഇങ്ങനെ വെച്ച് നമ്മൾ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സ്റ്റെപ്സ് ഇൻ ദ റിസർച്ച് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, എന്നാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഡിഫൈനിങ് എ പ്രോബ്ലം. പ്രോബ്ലം രണ്ട് തരത്തിലുണ്ട്. നിലവിൽ ഏതെങ്കിലുമുള്ള സ്റ്റേറ്റ് ഓഫ് നേച്ചറുമായി ബന്ധപ്പെട്ട പ്രോബ്ലം, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എംപ്ലോയ്മെന്റും നമ്മളുടെ സ്റ്റാറ്റസ് ഓഫ് ലിവിങ്, ഇങ്ങനെ രണ്ട് കാര്യത്തെ പറ്റി നമുക്ക് സ്റ്റഡി ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് തൊഴിലുറപ്പിന് പോകുന്നത് നമ്മുടെ എക്കോണമിക് പ്രോഗ്രസിനെ എങ്ങനെ സ്വാധീനിച്ചു. അപ്പം ഈ രണ്ട് വേരിയബിളെ കമ്പയർ ചെയ്തുകൊണ്ട് സ്റ്റഡി നടത്തുന്നു. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നേച്ചർ, പ്രോബ്ലംസ് ഓഫ് ഇൻഷുറൻസ് എംപ്ലോയീസ്, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിനെ പറ്റി പഠിക്കാം. രണ്ട് കമ്പാരിസൺ നടത്താം. Essentially, two steps are involved in define research plan. Understanding, first one, നമ്മൾ പ്രോബ്ലം നല്ലതുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ആ പ്രോബ്ലം നമ്മൾക്ക് പഠിക്കാവുന്ന രീതിയിൽ, മീനിങ് ആയ രീതിയിൽ അതിനെ റീഫ്രേസ് ചെയ്യണം, എഴുതി തയ്യാറാക്കണം. ഫ്രം എ പോയിന്റ് ഓഫ് വ്യൂ, ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത് നമ്മൾ എഴുതി തയ്യാറാക്കണം. ദിസ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ് വൺ എന്താണ്? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എ ബ്രീഫ് സമ്മറി ഓഫ് ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ഡൗൺ. അതിനെക്കുറിച്ച് എന്താണ്, നമ്മൾ ആ പ്രോബ്ലം എന്താണ് നമ്മൾ നല്ലതുപോലെ എഴുതുക. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യമാണ്. ഇറ്റ് ഈസ് കമ്പൽസറി. നമ്മളൊരു റിസർച്ച് എംകോം ആണെങ്കിലും PhD ആണെങ്കിലും അല്ലെങ്കിൽ MPhil ആണെങ്കിലും നമ്മളൊരു സ്നോപ്സിസ് തയ്യാറാക്കണം. സ്നോപ്സിസ് ഓഫ് ദ ടോപ്പിക്. സ്നോപ്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോബ്ലം മുതൽ നമ്മൾ ആ പ്രോബ്ലം സബ്മിറ്റ് ചെയ്യുന്നവരെ ഒരു ബ്രീഫ് ഔട്ട്ലൈൻ തയ്യാറാക്കണം. അത് എപ്പോൾ വേണം, അത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അത് തുടക്കം മുതൽ നമ്മൾ സബ്മിഷൻ വരെയുള്ള എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അത് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ വായിക്കണം, റിവ്യൂ ചെയ്യണം. പഴയ കാര്യങ്ങളെ പറ്റി, മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളെ പറ്റി, ബുക്സ്, അതുപോലെ തന്നെ സിസ്റ്റത്തിലേക്ക് അവൈലബിൾ ഉള്ള കാര്യങ്ങളെ കുറിച്ച് നല്ലത് പഠിക്കണം. ആൻഡ് സബ്മിറ്റ് ഇറ്റ് ടു ദ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണെങ്കിൽ നമ്മൾ അത് നല്ലതുപോലെ വായിച്ച് ലിറ്ററേച്ചറൊക്കെ തയ്യാറാക്കി നമ്മളുടെ ഒരു പാത്ത് എങ്ങനെയാണെന്നുള്ളതിനെ സ്നോപ്സിസ് ആക്കിയാണ് ഒരു റിസർച്ച് കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്തിട്ടാണ് നമ്മൾ PhDക്കൊക്കെ നമ്മൾ അപ്രൂവൽ വാങ്ങും. നിങ്ങളിപ്പം എംകോമിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങളൊരു പ്രോജക്റ്റിന്റെ ഒരു പ്രോബ്ലമായിട്ട് വരുന്ന സമയത്ത് ആ പ്രോബ്ലത്തെ പറ്റി നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കും, നിങ്ങൾ നല്ലതുപോലെ വായിച്ചോ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതിക്കൊണ്ട് വരാൻ പറയും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് കൃത്യമായി എഴുതിക്കൊണ്ട് വരും. അതിനെയാണ് സ്നോപ്സിസ് എന്ന് വിളിക്കുന്നത്. ആ സ്നോപ്സിസ് കാണുമ്പോൾ അറിയാം അവർക്ക് എങ്ങനെ എത്രമാത്രം കാര്യക്ഷമമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഓക്കെ, ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ലിറ്ററേച്ചർ റിവ്യൂ. തേർഡ് വൺ, ഫോർമുലേറ്റ് ഹൈപ്പോസിസ്. ഞാൻ പറഞ്ഞില്ല, ഒരു ടെൻഡേറ്റീവ് സൊല്യൂഷൻ, അസംപ്ഷൻ നമ്മൾ കണ്ടെത്തി വെക്കണം. മേഡ് ഇൻ ഓർഡർ ടു ഡ്രോ ഔട്ട് ആൻഡ് ടെസ്റ്റ് ഇറ്റ്സ് ലോജിക്കൽ ഓർ എംപെരിക്കൽ കോൺസിക്വൻസസ്. നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ലോജിക്കായിട്ട് നമ്മുടെ ഐഡിയ നമ്മൾ ഇപ്പോഴും എഴുതി വെക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഹൈപ്പോസിസ് ഷുഡ് ബി വെരി സ്പെസിഫിക് ആൻഡ് ലിമിറ്റഡ് ടു ദ പീസ് ഓഫ് റിസർച്ച് ഇൻ ഹാൻഡ് ബിക്കോസ് ഇറ്റ് ഹാസ് ടു ബി ടെസ്റ്റഡ്. നമ്മൾ എപ്പോഴും കൃത്യമായിരിക്കണം ഹൈപ്പോസിസ് എഴുതേണ്ടത്. അത് പിന്നീട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ എഴുതി വെച്ച ആശയം കറക്റ്റ് ആണോ എന്ന് റിസർച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുകയാണ്, അവിടുത്തെ ഇൻഷുറൻസ് കമ്പനിയിലെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് എനിക്ക് എങ്ങനെ കിട്ടിയത്? ഞാൻ എക്സ്പീരിയൻസ് 2-3 പേര് എന്നോട് പറഞ്ഞു. ഞാൻ 2-3 ബുക്കൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെയാണ് ഞാൻ സ്റ്റഡിയിലൊക്കെ കണ്ടത്. അതാണ് ഞാൻ അങ്ങനെ വെച്ചത്. അപ്പൊ എന്റെ ജോലി എന്താ? അവർ യഥാർത്ഥത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഞാൻ അറിയണ്ടേ. അപ്പൊ അവരിൽ നിന്ന് ഞാൻ തന്നെ ഡേറ്റ കളക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിനുശേഷം ഞാൻ എൻ്റെ ഡേറ്റ റിസൾട്ട് അനലൈസ് ചെയ്ത് റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഞാൻ എഴുതിയത് തെറ്റല്ലേ? അപ്പൊ ഞാൻ എന്റെ ഹൈപ്പോസിസിനെ ഞാൻ റിജക്ട് ചെയ്യുന്നു, ഇതിനെ അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഞാൻ കണ്ടെത്തിയത്. എന്താണ്? സാറ്റിസ്ഫൈഡ് അല്ലെന്നാണ് ഞാൻ കണ്ടെത്തിയത്. ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ഹൈപ്പോസിസിനെ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ പറയുന്നു അവർ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ഇത്ര സ്റ്റഡി നടത്തി, ഇതാണ് എന്റെ റിസൾട്ട്. ഓക്കെ, അപ്പൊ എന്റെ സ്റ്റഡിയിലെ റിസൾട്ടിനെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി, സ്റ്റഡിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞാൻ ഫിക്സ് ചെയ്യുന്ന ടെൻഡേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പോത്തിസിസ്. ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ദ റോൾ ഓഫ് ദ ഹൈപ്പോത്തിസിസ് ടു ഗൈഡ് ദ റിസർച്ചർ ബൈ ഡീലിമിറ്റിംഗ് ദ ഏരിയ ഓഫ് റിസർച്ച് ആൻഡ് ടു കീപ് ഹിം ഓൺ ദ റൈറ്റ് ട്രാക്ക്. അല്ലെ, നമ്മൾ കൃത്യമായി നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു തന്ത്രം, ഒരു മാർഗമാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ചെയ്യുക. അതിന് നമ്മൾ റൈറ്റ് ട്രാക്കിലേക്ക് നടത്തുക. എന്ത് റൈറ്റ് ട്രാക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശരിയായ വഴിയിലേക്ക് റിസർച്ചറെ കൊണ്ടുപോകും. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റെപ്പ് 4, പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ. വാട്ട് യു മീൻ ബൈ റിസർച്ച് ഡിസൈൻ? ദ ഫംഗ്ഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ, ഞാൻ പറഞ്ഞു റിസർച്ച് ഡിസൈൻ വെച്ചാൽ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ഒരു റിസർച്ച് ബിഗിനിങ് മുതൽ അവസാനം വരെ കൊണ്ടുപോകേണ്ട ബ്ലൂ പ്രിന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? റിസർച്ച് ഡിസൈൻ എന്ന് വിളിക്കുന്നത്.
The research design is to provide for the collection of relevant evidence with minimum expenditure of effort, time and money. നമ്മളുടെ റിസർച്ചിനെ വളരെ ചെലവ് കുറച്ച്, നല്ല എഫോർട്ട് കുറച്ച്, ചെലവ് കുറച്ച് അല്ലേ, ഇതിനെ നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ സഹായിക്കുന്ന റിസർച്ച് ഡിസൈനാണ്. ആദ്യം മുതൽ പ്രോബ്ലം മുതൽ അതിൻ്റെ ഫൈൻഡിങ്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി തയ്യാറാക്കുന്നു. ആ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുന്നു. വീട് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? നമുക്ക് ആ വീടിന് നമ്മൾ കൃത്യമായി പണവും നമ്മുടെ സമയമൊക്കെ കറക്റ്റായിട്ട് ഡിവോട്ട് ചെയ്യണമെങ്കിൽ നമുക്കതൊരു പ്ലാൻ ഉണ്ടാവണം അല്ലേ. അതിൻ്റെ ബേസ്മെന്റ് തൊട്ട് അതാണ് ഫർണിച്ചർ, അത് ഫർണിഷിങ് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റേജ് വരെ നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. ദാറ്റ് ഇസ് ടു ബി റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ ഒരുപാട് തരത്തിലുണ്ട്, അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലോറേറ്ററി ഉണ്ട്, പുതുതായിട്ട് സംതിങ് ന്യൂ, പുതുതായിട്ട് കണ്ടെത്തുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, ഒരു പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ഡയഗ്നോസിസ് ഉണ്ട്, ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസിനെ കുറിച്ച് പഠിക്കുന്ന ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഉണ്ട്. എക്സ്പെരിമെന്റേഷൻ, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ള എക്സ്പെരിമെന്റേഷൻ, ഇതൊക്കെ നമുക്ക് റിസർച്ച് ഡിസൈനുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. നെക്സ്റ്റ് വൺ, ഡേറ്റ കളക്ഷൻ. എങ്ങനെ കളക്ട് ചെയ്യുന്നത്? അഞ്ചാമത്തെ സ്റ്റെപ്പ് ഒബ്സർവ് ചെയ്യാം, ഇന്റർവ്യൂ നടത്താം, ടെലിഫോൺ ഇന്റർവ്യൂ നടത്താം, ക്വസ്റ്റ്യൻ മെയിൽ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ഷെഡ്യൂൾ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അവരിൽ നിന്ന് വാങ്ങും. ദീസ് ആർ ദ പ്രൈമറി ഡേറ്റ. പ്രൈമറി ഡേറ്റ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റെസ്പോണ്ടിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ. അത് ആദ്യമായി നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, അത് ഇവിടെ റെക്കോർഡ് ചെയ്യാത്ത ഫസ്റ്റ് ഹാൻഡ് ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ബുക്കുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഡേറ്റ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി ഡേറ്റ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന അത് നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് ഡേറ്റ അനാലിസിസ്. ദ അനാലിസിസ് ഓഫ് ഡേറ്റ റിക്വയർസ് എ നമ്പർ ഓഫ് ക്ലോസ് റിലേറ്റഡ് ഓപ്പറേഷൻ. പലതരത്തിലുള്ള ടൂൾസ് ഉപയോഗിക്കും. ആവറേജ് ഉപയോഗിക്കും, പെർസെൻറ്റേജ് ഉപയോഗിക്കും, മീൻ ഉപയോഗിക്കും, കോറിലേഷൻ ഉപയോഗിക്കും, റേഞ്ച് ഉപയോഗിക്കും. പലതരത്തിലുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് നമ്മൾ റിസൾട്ടിലേക്ക് കണ്ടെത്തും. ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ സ്കോറൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ കണ്ടെത്തും. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. അപ്പം നമ്മൾ കിട്ടിയ ഡേറ്റയെ കോഡ് ചെയ്തു, അതിനെ എഡിറ്റ് ചെയ്തു, അതിനെ ടേബിളിൽ കയറ്റി, ആ ടേബിളിന്റെ റിസൾട്ട് ഇപ്പോൾ നമ്മൾ നോക്കി സ്റ്റഡി ചെയ്തപ്പോൾ എംപ്ലോയീസിൽ 45% മെയിൽസും 55% ഫീമെയിൽസും ആണ്. അപ്പോൾ നമ്മൾ ഒരു ടേബിൾ അടിയിൽ എഴുതും, ഫ്രം ദ കളക്ടഡ് റെസ്പോണ്ടൻസ് ദെയർ ആർ 45% ആർ മെയിൽസ് ആൻഡ് 55% ആർ ഫീമെയിൽസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ടാബുലേറ്റ് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മൾ എഴുതും. ഓക്കെ, ദിസ് ഈസ് എ ഡേറ്റ അനാലിസിസ്. നെക്സ്റ്റ് വൺ, ആ ഡേറ്റ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും അല്ലെ. ഇന്റർപ്രറ്റ് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വിശദമാക്കി എഴുതും. ഇത് ഫൈൻഡിങ്സ് എന്താണോ അത് നമ്മൾ എഴുതും. ഓക്കെ, റിസർച്ചർ ഹാസ് ടു പ്രിപ്പയർ ദ റിപ്പോർട്ട് വാട്ട് ഹാസ് ബീൻ ഡൺ ബൈ ഹിം. അയാൾ ചെയ്തതിനെ പറ്റി ഇന്റർപ്രറ്റ് ചെയ്തു, അയാൾ ഫൈൻഡിങ്സ് എഴുതി, അയാൾ അതിന്റെ റിപ്പോർട്ടിൽ അതിന്റെ സജഷൻസ് വരെ അയാൾ എഴുതി വയ്ക്കും അല്ലെ. ആ റിപ്പോർട്ടിനകത്ത് പ്രിലിമിനറി പേജുകൾ കാണാം. ആ പ്രിലിമിനറി പേജിൽ അയാൾ സ്നോപ്സിസ് കാണും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണും, എങ്ങനെയാണെന്ന് കാണും. അതുപോലെ തന്നെ അതിനകത്ത് റിവ്യൂ ലിറ്ററേച്ചർ ഏതൊക്കെയാണ് അയാൾ നോക്കിയത്, എന്തൊക്കെ പഴയ സ്റ്റഡീസാണ് അയാൾ നോക്കിയത്, അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കാണും. പിന്നെ അയാൾ നടത്തിയ ടേബിളുകൾ, അയാൾ കളക്ട് ചെയ്ത ക്വസ്റ്റ്യറിന്റെ അനാലിസിസ് ടേബിൾ, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കാണും. അതിന്റെ അവസാനം അയാൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് കാണും. അയാൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ പോകുന്ന അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വെക്കാൻ പോകുന്ന സജഷൻസ് എന്തൊക്കെയാണെന്ന് കാണാം. അയാളുടെ ക്വസ്റ്റ്യനെയർ അവസാനം അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കും. അയാൾ ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ കളക്ട് ചെയ്ത ക്വസ്റ്റ്യനെയർ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കും. ഇങ്ങനെ പ്രിലിമിനറി പേജസ്, മെയിൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിന്റെ എൻഡ് പേജസ് ഉണ്ടായിരിക്കും. പിന്നെ ആ ഇതുമായി ഒന്ന് സഹായിച്ച ആൾക്കാർക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന പേജ് ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ആ റിപ്പോർട്ടിനകത്ത് ഉള്ളത്. ഓക്കെ, ദീസ് ആർ അബൌട്ട് ദ സ്റ്റെപ്സ് ഇൻ ദ റിസർച്ച് പ്രോസസ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റിസർച്ച് പ്രോസസ് എന്നുള്ള സീക്വൻസ് സ്റ്റെപ്പാണ്. ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു, നമുക്കതുമായിട്ട് ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്നു, നമ്മൾ ഡേറ്റ കളക്ഷന് വേണ്ടിയുള്ള ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഓക്കെ, ദീസ് ആർ ദ 7 steps ഇൻ ദ റിസർച്ച് പ്രോസസ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.